good morning. നമുക്കിന്ന് നല്ലൊരു അടിപൊളി ചട്നി ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചട്നിയാണ്. നമ്മുടെ ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ചട്നി. വളരെ കുറഞ്ഞ സമയത്തിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നത് നോക്കാം. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ കൂടി വേണം കേട്ടോ. അപ്പൊ നമ്മുടെ ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് മല്ലിയില 1 പിടി മല്ലിയില എടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ 1 പിടി മല്ലിയില എടുക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് ചേർക്കാം. ചെറുനാരങ്ങ നീരാണെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി ചേർക്കാം, ഇല്ലെങ്കിൽ തൈര് ചേർക്കാം. ഞാനിപ്പോൾ തൈരാണ് ചേർക്കുന്നത്. നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 2 പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക, 4-5 ഇതൾ കറിവേപ്പില, അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില, പിന്നെ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ, പുളി കുറഞ്ഞ തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ, ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്. നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ ചട്നി വേണ്ടത്, തിക്കായിട്ടാണെങ്കിൽ അധികം വെള്ളം ചേർക്കണ്ട, ലൂസ് ആയിട്ടുള്ള ചട്നി ആണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ആദ്യം കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക. ലൂസ് ആയിട്ടുള്ള ചട്നി ആണെങ്കിൽ പിന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഇതിലേക്ക് കപ്പലണ്ടി ചേർക്കുക കേട്ടോ, കുറച്ച് തിക്കായിട്ടുള്ള ചട്നി വേണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ കാഷ്യൂനട്ട് ചേർക്കാം. ഞാനിപ്പോൾ 2 കാഷ്യൂനട്ടാണ് ചേർക്കാൻ പോകുന്നത്. 2 എണ്ണം ചേർക്കുന്നുള്ളൂ കേട്ടോ, ഒരുപാടെണ്ണം ചേർക്കുന്നില്ല. കപ്പലണ്ടി ആണെങ്കിൽ 1 ടീസ്പൂൺ കപ്പലണ്ടി ചേർക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ലൂസായിട്ടല്ല, ഒരുപാട് തിക്കായിട്ടല്ല, ഒരു മീഡിയം തിക്നെസ്സിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു ചട്നിക്കൊക്കെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്ന്, 1/2 ടീസ്പൂൺ ഉഴുന്ന്, മുഴുവൻ ഉഴുന്നാവാം, സ്പ്ലിറ്റ് ചെയ്ത് ഉഴുന്നാവാം, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ തന്നെ 2-3 വറ്റൽമുളകും, 1 തണ്ട് കറിവേപ്പിലയും ഇത്രയും ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ വറവ് ചട്നിയിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചട്നിയിലേക്ക് വറവിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കഴിക്കുമ്പോൾ ഇളക്കി മിക്സ് ചെയ്യുക. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഉപ്പ് ചേർക്കണം കേട്ടോ നമ്മൾ അരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ അരയ്ക്കുമ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് അരയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ ചേർത്ത് കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നുമില്ലല്ലോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.